ഇന്നെനിക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാണ്ട് തന്നെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. ഞാൻ ഫ്രീ ആയി. അന്നൂസിനെ കുളിപ്പിച്ച് അംഗനവാടിക്ക് വരെ യാത്രയാക്കി. അല്ലെങ്കിൽ ഒരു തിക്കും തിരക്കും ഓട്ടപ്പാച്ചിലാണ് ഞങ്ങൾ അംഗനവാടിക്ക്. ഇന്ന് അങ്ങനെ ഒന്നും ഉണ്ടായില്ല, ഫ്രീ ആണ്. അതിനെന്താ കാരണം എന്നറിയോ? എൻ്റെ മൂന്നാമത്തെ കുരിപ്പില്ലേ ലച്ചൂസ്, അതൊന്നും എണീറ്റിട്ടില്ല. അത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാൻ എൻ്റെ കാലിൻ്റെ ഇടയിൽ കിടന്ന് വട്ടം ചുറ്റായിരിക്കും. എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇത്ര നേരമായിട്ട് ആൾ എണീറ്റിട്ടില്ല. പക്ഷെ അന്നൂസ് അങ്ങനെയല്ല കേട്ടോ, നേരെ മറിച്ച് തന്നെയാണ്. നേരത്തെ എഴുന്നേൽക്കും. ഒരു ഗ്ലാസ് ചായ കിട്ടും, അതും കുടിച്ച് കുറേ നേരം അവിടെ ഇരിക്കും. പിന്നെ അന്നൂസിനെ കളിപ്പിച്ച് കുറച്ച് ഇരുന്നു. പിന്നെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറാണ് ഉണ്ടാക്കിയത്. പക്ഷെ സാമ്പാർ ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഇഡ്ഡലി കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് മുറിച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഈ കാണിച്ചാൽ എന്നിട്ടാന്ന് അറിയില്ലോ, ഈ കുരിപ്പ് ഇന്നലെ രാത്രി ഒപ്പിച്ച് വെച്ചതാണ്. ക്യൂടെക്സ് എടുത്തിട്ട് മേത്ത് മൊത്തം തേച്ച് വെച്ചു. ആ നെറ്റത്ത് കാണുന്നതൊന്നും പൊട്ടൊന്നുമല്ല, അത് തേച്ച് വെച്ചേക്കണം ക്യൂടെക്സുകളാണ്. എന്തോരം ഉരയ്ക്കാന്നറിയാം. പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ ഉരയ്ക്കലും തേക്കലൊക്കെ നിർത്തി. അവിടെ ഇരിക്കണത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ യാത്രയായി. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അംഗനവാടിക്ക് പോയി. ഞങ്ങൾ അംഗനവാടിക്ക് പോകുമ്പോൾ രണ്ടെണ്ണം നല്ല ചേട്ടനും അനിയത്തിയൊക്കെ നല്ല ഉറക്കാട്ട, അറിഞ്ഞില്ല. പക്ഷെ അംഗനവാടി വിട്ട് വരുമ്പോഴേക്കും ആ കുരിപ്പ് നേരത്തെ എഴുന്നേറ്റു. അങ്ങനെ ഈ ആട്ടി തെളിച്ച് എന്നെ ഈ വിളിച്ചുകൊണ്ട് പോണത് എങ്ങോട്ടാണെന്നറിയാം? പായസം തരാനാന്ന് വിചാരിക്കും നിങ്ങളെല്ലാവരും. അങ്ങനെയൊന്നല്ല, പാല് കുടിക്കാൻ വേണ്ടി വിളിക്കണതാണ്. വാ വാ വാന്ന്. അപ്പം ഞങ്ങൾ പാലൊക്കെ കൊടുക്കട്ടെ കേട്ടോ. ബായ്.